Hello all my dears, welcome back to our YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സ്പിരിച്വൽ ബ്രേസ്ലെറ്റ് ആയിട്ടുള്ള 7 ചക്ര 9 ചക്ര, അതുപോലെ തന്നെ ഏബിളൈ ബ്രേസ്ലെറ്റ്, അതുപോലെ ബുദ്ധിസ്റ്റ് ബ്രേസ്ലെറ്റ്, ഏതാണ് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് ആവശ്യമായിട്ടുള്ളത് സ്പിരിച്വലി, അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുന്നതിൻ്റെ ഇപ്പോൾ ഒരു കാരണം എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ്സ് കാണാൻ ശ്രമിക്കുക. ഇതുവരെയും നമ്മളുടെ ടാരോ റീഡിങ്സൊക്കെ ദിവസവും കണ്ട് ആ ഒരു രീതിക്ക് എന്താ പറയുക, ഓരോ അഡ്വൈസുകളും അവർ ഓരോ ഉപദേശങ്ങളും ഓരോ മെസ്സേജസും ഓരോ ആൾക്കാരും അതിനനുസരിച്ച് നിന്നതുകൊണ്ട് അതിൻ്റെ തന്നെ അവർക്ക് ഓരോ ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വേണം നിങ്ങൾ ഇനിയും ഉള്ളവർ നിൽക്കാൻ വേണ്ടി വളരെ നല്ല മനസ്സോടുകൂടി മാത്രം കാണാൻ ശ്രമിക്കുക. ഒരു തമാശയായിട്ടോ ഒന്നും തന്നെ ഈ റീഡിങ്സ് കാണാതിരിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. Universe, please guide us. Universe, please guide us. Universe, please guide us. നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിനുള്ള പ്രധാന കാരണം എന്താണ്? യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് us. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നതിനുള്ള യഥാർത്ഥ കാരണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ഒരു കാരണം. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് കപ്സ്, 10 ഓഫ് കപ്സ്, കിങ് ഓഫ് വാൺസ് ആൻഡ് 10 ഓഫ് വാൺസ്, 8 ഓഫ് കപ്സ്, 10 ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട്, ആൻഡ് 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ജഡ്ജ്മെൻറ്റ്, 2 ഓഫ് സോട്ട്സ് വന്നിട്ടുണ്ട്. 2 സ്പ്രെഡ് കൂടെ നമുക്ക് എടുക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ഒരു റീസൺ എന്താണ്? ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്കിൽ വരുന്നത് 4 ഓഫ് വാൺസ് ആണ്, ആൻഡ് ദ ഹാങ്ഡ് മാൻ എന്ന് പറയുന്ന ഈ ഒരു എനർജിയും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കാനുള്ള ഒരു റീസൺ നോക്കുമ്പോൾ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് 2 എനർജീസിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു വ്യക്തി എന്താ പറയുക, ഈ ഒരു വ്യക്തിക്ക് നിരവധി പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് മാറി നിന്നതെന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ചിലപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ടാവാം, ചിലപ്പോൾ അവർക്ക് തന്നെ മനസ്സില്ലാത്തത് കൊണ്ടാവാം അവർ തന്നെ മനഃപൂർവ്വം ഉപേക്ഷിച്ച് പോയിട്ടുള്ള കേസുകളൊക്കെ നമുക്ക് നമ്മൾ ഇതിനു മുമ്പുള്ള റീഡിങ്സിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുക നേരത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മനസ്സ് എന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്നും അകന്നു പോയത് എന്നുള്ളൊരു കാരണം നോക്കാൻ നേരത്ത് ഈ ഒരു പേഴ്സണ് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്.
അത് കൂടുതലായിട്ടും വീടുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കിവിടെ കാണുന്നത്. അതായത് ചിലപ്പം ഇപ്പോൾ എന്തേലും നിങ്ങൾക്ക് ഈ പേഴ്സൺ എന്ന് വെച്ചാൽ ഒരു ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാവാം. കുടുംബത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നൊരു വ്യക്തി, അമ്മയുടെയും അച്ഛൻ്റെയും വാക്കുകളൊക്കെ കേട്ട് നിൽക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ എന്താ പറയുക, മതപരമായിട്ടുള്ളൊരു കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ട്രഡീഷനാവാം. പരമ്പരാഗതമായിട്ട് ഈ വ്യക്തിയും ഈ വ്യക്തിയുടെ ഫാമിലിയും ഒരു പരമ്പരാഗത രീതി പിന്തുടരുന്ന ഒരു പേഴ്സൺ ആവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടുതലായിട്ട് ഫാമിലിക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഫാമിലിയുടെ വാക്കുകൾ കേട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അവർ പറയുന്ന എന്ത് കാര്യമാണോ അതനുസരിക്കാൻ ഒരു ഒരു ശേഷിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അവർക്കെന്ന് പറയുമ്പം ഫാമിലീനെ വിട്ട് മറ്റൊരു കാര്യം ചെയ്യാത്തൊരു വ്യക്തിയായിട്ടാണ് ഇവിടെ പ്രധാനമായിട്ടും ഈ സ്പ്രെഡിൽ വളരെ ക്ലിയറായിട്ടും കാണുന്നുണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ ഈ പേഴ്സണ് വളരെയധികം ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലാതെ ആ ഫാമിലിനെ മാറ്റി നിർത്തിക്കൊണ്ട് യാതൊരു കാര്യങ്ങളും ചെയ്യാത്തൊരു പേഴ്സണാണ്. കൂടുതലായിട്ടും ഇത് ഭാര്യ ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല, ഡിവോഴ്സായിട്ട് നിൽക്കുന്നവർക്ക്, വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെങ്കിൽ മാത്രം ഈ റീഡിങ്സ് കാണുക. അങ്ങനെയുള്ളവർക്കാണ് ഈ റീഡിങ്സ് കൂടുതലായിട്ടും റെസനേറ്റ് ആവുക. അപ്പം നിങ്ങളുടെ പേഴ്സൺ എന്ന് വെച്ചാൽ അവർ ഫാമിലിയിലുള്ളൊരു പേഴ്സണാണ്, ഫാമിലി മാനാണ്. ആ വ്യക്തിക്ക് എല്ലാം നിങ്ങളെക്കാട്ടിലും ഉപരി മറ്റെന്തിനെക്കാട്ടിലും എന്ന് തന്നെ പറയാം, മറ്റെന്തിനെക്കാട്ടിലും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്നതും ഈ ഫാമിലി എന്ന് പറയുന്ന ഒരു കാര്യത്തിന് തന്നെയാണ്. അപ്പം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനുള്ളൊരു കാരണം ഈ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണ്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഒന്നില്ലെങ്കിൽ ഫാമിലിയിൽ മറ്റെന്തെങ്കിലും ഒരു പ്രശ്നം കാണും. ചിലപ്പം ഫാമിലിയിൽ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് പരമായിട്ട്, ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. അപ്പോൾ അതിൻ്റെ ഒരു നെട്ടോട്ടത്തിലായിരുന്നു കാണും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട് കാണിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പേഴ്സൺ ഫാമിലിയുമായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പം ചിലപ്പം ഇതിൻ്റെ അകത്ത് ഈ ബന്ധത്തെ എതിർക്കുന്ന ആരെങ്കിലുമൊക്കെ ആ ഫാമിലിയിൽ പെടുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കാം. ചിലപ്പോൾ പെങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ആവാം, അല്ലെങ്കിൽ ചേട്ടനാവാം, അനിയനാവാം, അല്ലെങ്കിൽ കുടുംബത്തിൽ പെടുന്ന ആരെങ്കിലുമൊക്കെ ആവാം. അപ്പം അങ്ങനെയുള്ള ആരൊക്കെയോ ഈ ബന്ധത്തെ എതിർത്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു എതിർപ്പുകൾ മറികടക്കുക എന്ന് പറയുമ്പം ഈ വ്യക്തിയെ സംബന്ധിച്ച് കുറച്ച് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പേഴ്സൺ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫാമിലിക്കാണെന്ന് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ചിലപ്പോൾ അവരെ എതിർക്കുവാനുള്ളൊരു ശേഷിക്കുറവ് ഈ വ്യക്തിക്കുണ്ടായിരിക്കാം. ഈ പേഴ്സൺ എന്ന് വെച്ചാൽ വളർന്നു വന്നിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് എതിർക്കുവാനുള്ളൊരു ശേഷി ഇല്ലാതെയാവാം. ചിലപ്പം ഒരു ഡിപ്പെൻഡൻസി ആയിരിക്കാം ഈ വ്യക്തിക്കുള്ളത്. ചിലപ്പോൾ ഭയങ്കര പേടിയായിരിക്കാം, അവരെന്ത് പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധം വേണമെന്ന് പറഞ്ഞ് എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എതിർപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ താൻ അവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു ഭയം ഇവർ വളരെയധികം വേട്ടയാടുന്നുണ്ട്. അതായത് ഫാമിലി എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഇഷ്ടവുമാണ്, അതുപോലെ തന്നെ ഒരേ സമയം പേടിയുമാണ് ഈ വ്യക്തിക്ക്. ഫാമിലി ഭയങ്കരമായിട്ട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. ഈ പേഴ്സൺ ഉള്ളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ അവരുടെ ഒരു സമ്മതത്തോടുകൂടി വിവാഹം നടക്കുക, അല്ലെങ്കിൽ ചിലപ്പം ഇപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ ഫാമിലി എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് ഭാര്യയും മക്കളും, അല്ലെങ്കിൽ ഭർത്താവും മക്കളും, ഭർത്താവ് എന്ന് പറയുന്ന ഒരു ആളോ അല്ലെങ്കിൽ ഭാര്യ എന്ന് പറയുന്ന ആ ഒരു പേഴ്സണോ പ്രയോറിറ്റി കൊടുക്കുക എന്ന് പറയുന്നത്
മറ്റെന്തൊക്കെയോ ഒരു ഡിപ്പെൻഡൻസിയുടെ പുറത്താണ്. ഡിപ്പെൻഡൻസി എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ മക്കൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ഡിപ്പെൻഡൻസി വെച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ച് അതൊക്കെ വിട്ടെറിഞ്ഞിട്ട് വരിക എന്ന് വെച്ചാൽ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അവർ എന്തെങ്കിലും മെൻ്റലി എന്തെങ്കിലും ഹരാസ് ചെയ്യുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതായത് നിങ്ങളിലേക്ക് ഒരു എക്സ്ട്രാ മാറ്റൽ അഫെയറോടുകൂടി ചിലപ്പോൾ ഈ പേഴ്സണ് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാവാം. ചിലപ്പോൾ മുൻ ഭാര്യയോ മുൻ ഭർത്താവൊക്കെ ആയിരിക്കാം ഇതിനൊരു തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെന്തെങ്കിലും ടോർച്ചർ ചെയ്യുമോ, അവരെന്തെങ്കിലും തനിക്കെതിരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിപ്പിക്കുമോ എന്നുള്ളൊരു പേടി ഈ വ്യക്തിനെ വരിഞ്ഞു മുറുക്കി നിർത്തിയ ഒരു പേഴ്സണായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു റീസൺ. ചിലപ്പം ഇപ്പം എന്താ പറയുക, ഒരു ഡിവോഴ്സായിട്ടൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരെങ്കിൽ അതിനുശേഷമായിരിക്കാം നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടുള്ളതും ഒരു പ്രണയബന്ധത്തിലായിട്ടുള്ളതും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിപ്പം ഒരു പ്രൊപ്പോസലൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൊരു വ്യക്തിയാവാം. അപ്പം അങ്ങനെയൊക്കെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്നതും അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പേഴ്സണെ സ്വീകരിച്ചതും ഈ ഒരു കാര്യത്തിൻ്റെയൊക്കെ പുറത്താണ്. അവർ കൂടുതലായിട്ടും നിങ്ങളിൽ നിൽക്കുമെന്നുള്ളൊരു ഉറപ്പ് കാരണമാണ് ആ പേഴ്സണെ നമ്മൾ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനുള്ള ഒരു റീസണായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ച് നമുക്കിവിടെ വളരെ ക്ലിയർ ആയിട്ടൊരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നത്, നിങ്ങളുടെ പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ഈ ബന്ധത്തിൽ നിൽക്കണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷേ മറിച്ച് എന്താ പറയുക, നമ്മൾ പണ്ട് ഒരു പഴഞ്ചൊല്ലൊക്കെ പറയാറുള്ളത് പോലെ ചെകുത്താനും കടലിനുമാണ് നിൽക്കുന്നതെന്നുള്ള രീതിക്കാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെയാണെന്നല്ല പറഞ്ഞത്, പക്ഷെ അവരുടെ ഒരു നിസ്സഹായാവസ്ഥ, അതായത് എവിടെ നിൽക്കാൻ പറ്റത്തില്ല, രണ്ട് വള്ളത്തെ കാല് ചവിട്ടി നിൽക്കുന്ന ഒരു സ്വഭാവം. അതായത് നിങ്ങളെയും വേണം, നിങ്ങളുടെ സ്നേഹവും വേണം, അതുപോലെ ആ ഫാമിലിക്കും പ്രയോറിറ്റി കൊടുക്കുന്നൊരു പേഴ്സൺ. പക്ഷേ ഫാമിലിയിൽ നിന്ന് പല എതിർപ്പുകളും വന്നിട്ട് ഈ പേഴ്സൺ ഇത് മുൻപോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല. അതുപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഭീഷണികളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങളോ അവിടെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ചിലപ്പം ആ വ്യക്തികളെന്ന് വെച്ചാൽ ആ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഫാമിലി പെടുന്ന കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഒരു വ്യക്തി കാരണം ഈ പേഴ്സൺ സ്റ്റക്കായിട്ട് നിന്നതെന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇവരെ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവാം. നിയന്ത്രണത്തോടുകൂടി വിളിക്കണ്ട, സംസാരിക്കേണ്ട. ചിലപ്പം നിങ്ങൾ നോക്കിയപ്പോൾ ഒരു സുപ്രഭാതത്തെ ഫോൺ പോലും ഇല്ല, അല്ലെങ്കിൽ മെസ്സേജ് പോലും അയക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് നിങ്ങളിന്ന് ഇപ്പം ഈ പേഴ്സൺ അകന്ന് നിൽക്കാനുള്ളൊരു റീസൺ തന്നെ ഇതാണ്. അതായത് ഇപ്പോൾ അവർ ഒരു സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നത്. അവരുടെ മനസ്സ് കൊതിക്കുന്നില്ല ഇങ്ങനെ മുൻപോട്ട് പോകാൻ വേണ്ടി. നോ കോണ്ടാക്റ്റിലും ലെസ് കോണ്ടാക്റ്റിലൊന്നും പോകാൻ അവർക്ക് താല്പര്യപ്പെടുന്നില്ല. നിങ്ങളെ വിടാനുള്ളൊരു മനസ്സ് അവർക്കില്ല. പക്ഷേ അവരുടെ ഒരു നിസ്സഹായാവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഒരു സ്റ്റക്ഡാണ് ഈ പേഴ്സൺ. ഇതിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അതായത് നേരത്തെ കണ്ട പോലെ ഈ പേഴ്സണെ നിങ്ങളെ വിടാൻ പറ്റത്തില്ല, ആ ഒരു കാര്യവും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കിട്ടുവാണെങ്കിൽ രണ്ട് കാര്യം കിട്ടണം എന്നുള്ളൊരു രീതിക്ക് തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. 1010 എന്ന് പറയുന്ന ഈ ഒരു എനർജി നമ്പർ വന്നിട്ടുണ്ട്. അപ്പം അതിനർത്ഥമെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം വെച്ച് നിങ്ങൾ മുൻപോട്ട് പോവുക. കാരണം ഇപ്പോൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യേണ്ട ഒരു സമയമാണ്. ലെറ്റ് ഗോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിളിക്കുകയും സംസാരിക്കാൻ ശ്രമിക്കുകയും മെസ്സേജ് അയക്കാൻ ശ്രമിക്കുകയും നേരിൽ കാണാൻ ശ്രമിക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം വരാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് എപ്പോൾ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് പ്രതീക്ഷയോടുകൂടി മുൻപോട്ട് പോവുക. ഈ സമയം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അഡ്വൈസ് നൽകുന്നത് ലെറ്റ് ഗോ ചെയ്യാനാണ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ നോക്കി പോവുക. കാരണം ഈ പേഴ്സൺ കുറച്ച് സ്റ്റക്കാണ്, അവർ കുറച്ച് പ്രശ്നത്തിൽ നിൽക്കുവാണ്. അതും ഈ റിലേഷനെ സംബന്ധിച്ചാണ് കുറച്ച് പ്രശ്നത്തിൽ നിൽക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ കൂടുതലായിട്ടും സ്ഥിതിഗതികൾ വഷളാവാൻ സാധ്യതയുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പേഴ്സണ് അവരുടെ ഒരു സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് വിടുക. ആ വ്യക്തി ഈ പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഒരു സോൾവ് ആകുമ്പോൾ ഈ പേഴ്സൺ വന്നുകൊള്ളും. അതുവരെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. കാരണം അവരുടെ മനസ്സ് ഇപ്പോഴും
കിങ് ഓഫ് വാൻഡ്സ് എന്ന് പറയുന്ന ഈ ഒരു എനർജി വന്നിട്ടുണ്ട്. ആൻഡ് 10 ഓഫ് കപ്സ് എന്ന് പറയുന്ന ഈ ഒരു എനർജി വന്നിട്ടുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നൊരു എനർജി വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, 8 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. 4 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. 10 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹാങ്ഡ് മാൻ, ജഡ്ജ്മെൻറ്റ്, 5 ഓഫ് കപ്സ്. ഇതൊക്കെ പറയുന്നത് ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ ഈ പേഴ്സൺ ഒരു ഉറച്ചൊരു തീരുമാനത്തോടുകൂടി വന്നിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കത്തില്ല ഈ പേഴ്സൺ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ, നിങ്ങളെക്കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട്, നിങ്ങൾക്ക് മാത്രമായിട്ട് ഈ പേഴ്സൺ നിൽക്കണമെന്നാണ് നിങ്ങളുടെ ഒരു ആഗ്രഹമെന്ന് പറയുന്നത്. അതൊക്കെ നടപ്പിലാക്കാനുള്ളൊരു സമയം വരുന്നതേ ഉള്ളൂ. നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ധൃതി കൂട്ടേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പം നിങ്ങളുടെ ഒരു എടുത്തുചാട്ടം, ഇപ്പം നിങ്ങൾ ആ ഒരു പേഴ്സണിലേക്ക് പോയേ മതിയാവുള്ളൂ എന്നുള്ളൊരു തരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു എടുത്തുചാട്ടം നിങ്ങളെ തന്നെ ഒരു കെണിയിലേക്ക് അകപ്പെടുത്തും എന്നും കൂടെ ഓർക്കുക. അതിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാതിരിക്കുക. ഈ റിലേഷൻഷിപ്പ് ഒരു സമാധാനപരമായിട്ടാണ് മുൻപോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ വന്നെത്തിയിരിക്കും. നിങ്ങളിപ്പം ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളില്ല. നിങ്ങളിപ്പം എടുത്തു ചാടി ഒരു കാര്യം ചെയ്യാതിരിക്കുക. നിങ്ങളും ഇതിനകത്ത് സ്റ്റക്കാണെന്നറിയാം. ഇപ്പം അതിനൊരു ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പറഞ്ഞ പോലെ ലെറ്റ് ഗോ ചെയ്ത് നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സ്പിരിച്വൽ ബ്രേസ്ലെറ്റ് ആവശ്യമായിട്ടുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇന്നത്തെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബായ്.